ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും കീഴാറിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ആമ്പൽ നട്ട് കൊടുത്തു. അപ്പൂപ്പൻ ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും വിളിച്ചിട്ടുണ്ട് ഇവിടെ ആമ്പൽ നടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ പുതിയൊരു ആമ്പലാണ്, ഇന്ന് പ്യൂർ വൈറ്റാണ് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നട്ട ആമ്പലൊക്കെ? അടിപൊളിയായിട്ട് നന്നായിട്ട് ഇരിപ്പുണ്ടല്ലേ? അപ്പോൾ പൂ ഇവിടെയല്ലേ ഇരിപ്പുള്ള? ഇതാ ഇവിടെ ഇരിപ്പുണ്ട. ഇതാണ് എന്നും പൂവുണ്ടോ? അപ്പോൾ ചെയ്ത് എന്നും പൂവുണ്ട്. അവിടെ നിറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വലയിട്ടിരിക്കണ തവളയൊക്കെ പ്രശ്നമുണ്ടല്ലോ, തവളയും കൊക്കും അല്ലേ? തവളയും കൊക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പം കഴിഞ്ഞാൽ എന്തായാലും ബാക്കി അപ്പം ഇവിടെ ഏകദേശമൊക്കെ റെഡി ആക്കിയിട്ട് അടുത്തത് ഇവിടെ ഈ അപ്പം നമുക്കിവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് അടുത്തൊരു ബേസിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണും ബാക്കിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബേസിനില്ല, അപ്പോൾ ഒരു ബേസിൻ റെഡിയാക്കിയിട്ടുണ്ട്. മണ്ണും ഓരോ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ലീഡറായിട്ട് അഖിൽ കൊണ്ടുവന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ നടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എടാ അഖിലേ വാ. വാ. ഓക്കെ, ആ ജോലിപ്പിന്നെത്തിക്കാം, നമുക്കിത് സെക്കൻഡ് കട്ടില്ല. സോ ഫാസ്റ്റ് കമോൺ വാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് നമ്മളിതിൽ എടുക്കാനുള്ള സംഭവം ചാണകപ്പൊടിയാണ്. അപ്പോൾ അഖില ജസ്റ്റ് ഓക്കെ, അപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഫസ്റ്റ് എത്ര എടുക്കണമെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന് ഇംഗ്ലീഷിൽ കാണുന്നവർക്ക് ഇതിന് നമ്മുടെ ഡ്രൈഡ് കൗഡങ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ഡ്രൈഡ് കൗഡങ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ നല്ല രീതിയിൽ പൊടിച്ച് ഡ്രൈഡ് കൗഡങ് യൂസ് ചെയ്യുക. ഇത് കുറച്ച് വെള്ളം തന്നെ പോലെ ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ഇതിന് യൂസ് ചെയ്യേണ്ട, വെറും ഡ്രൈഡ് കൗഡങ് മാത്രം മതി. ഓക്കെ, ഇതാണ് സംഭവം കേട്ടോ. ഇത് അതിനകത്ത് കാണിച്ചു കൊടുക്കും. ഇത്രയും ഏകദേശം ഇത്രയും ഭാഗം ഇടുക. ഓക്കെ, ഒരു കുറച്ചുകൂടെ ഇടാം. ഇനി അല്പം സ്ഥലമുള്ള ഒരു വലിയ പ്ലാന്റ് ആയിട്ട് അപ്പം പൊടിച്ചങ്ങ് നിൽക്കട്ടെ. ഓക്കെ, ഇനി അപ്പത്തെ ഒരു 6 മാസമല്ല, ഒരു വർഷത്തേക്ക് ഓരോന്നും ഇടേണ്ടി വരില്ല. ആ ഒരു ലെവലിൽ നമ്മൾ റെഡി ആയി കൊടുക്കുകയാണ്. വലുതല്ലേ, അപ്പോൾ വലുതിനകത്ത് തന്നെ ആവശ്യമായിട്ടുള്ള രീതിയിൽ കുറച്ച് ഏകദേശം എന്താ ഇപ്പോൾ ഒരു കല്ല് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ ഇത്രയും ഓരോ ഇത്ര ഓരത്തിന് ആവശ്യമില്ല. അപ്പോൾ ചോറ് ഓരോ വേണോ? കുറച്ചുകൂടെ വാങ്ങിക്കും. ഫുള്ള് ഓരത്തിൻ്റെ ആവശ്യം മണ്ണുണ്ടല്ലോ, മണ്ണെന്നാലും മതി, ഇത്ര മതി. ഓക്കെ, കൂടുതൽ ഓരത്തിൻ്റെ ആവശ്യമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ഞാൻ മണ്ണ് എടുത്തിട്ട് വരാം. ഓക്കെ, മണ്ണ് ഇവിടെ ഉണ്ട്. ഓ അവിടെ ഉണ്ട്, പിടിക്കുന്നു. ഓക്കെ, മണ്ണ് വേണോ? മണ്ണ് ഇതൊക്കെ മതി. മതിയാ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മണ്ണ് ഇത്ര ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, മണ്ണ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അത് ഇത്രയും മണ്ണ് മതി, കൂടുതൽ മണ്ണ് വേണ്ട. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് മണ്ണും ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി ഞാൻ കൊണ്ടുവന്ന നമ്മുടെ പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് ഫിഷ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പാക്ക് പ്ലാന്റ്. ഓക്കെ, അപ്പൂവിന് വേണ്ടി അപ്പൂപ്പൻ ഫോൺ വിളിച്ചാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പൂവിന് വാട്സപ്പ് ഒന്നും ഇല്ല. സോ അതുകൊണ്ട് അപ്പോൾ എപ്പോഴും വിളിച്ചിട്ടാണ് ഓർഡർ ചെയ്യാറുള്ളത് അപ്പൂപ്പൻ. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലം കീഴാറിൽ ചെറുവങ്ങൂർ അല്ലേ? ചെറുവങ്ങൂർ. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം നമുക്ക് കാര്യമായിട്ട് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ പ്ലാന്റ് കൊള്ളാം, വലിയ പ്ലാന്റ് ആണ്. കണ്ട വിത്ത് പൂവൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. ഓ, അത് വരുന്നത് അടുത്ത് മുട്ട പറഞ്ഞുണ്ട്. കണ്ടാ 1 2 3 4 5 മുട്ട ഉണ്ട്. അപ്പോൾ 5 മുട്ട വരിക പച്ച. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നടുക്ക് ചെറിയൊരു കുഴി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വെള്ളം വീത്തുന്നതിന് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാം, നട്ട് വയ്ക്കാം. ആദ്യം ഈ ഇരിക്കുന്ന വേറിന് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ റോൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് പൊങ്ങി കിടക്കും. സോ അതുകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. പ്ലാന്റിനെ വെച്ച് കൊടുത്തു. ജസ്റ്റ് ഒരു കുഞ്ഞ് കല്ല്, ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു കല്ല് നമ്മൾ എടുക്കണം ബെറ്റർ എന്ന് പറഞ്ഞാൽ കല്ലെടുത്തിന് വെച്ചിരുന്നാൽ പൊങ്ങി വരില്ല പ്ലാന്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അല്പം ഇനി വേറെ ഒന്നും ചെയ്യണം. ഇനി വെള്ളം അങ്ങ് വിത്തുക. വെള്ളം വിത്തിയതിന് ശേഷം ലീഫിനെ അടുത്ത് ഇങ്ങനെ അങ്ങ് സറൗണ്ട് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാന്റിനെ സെറ്റാണ്. ഇനി വെള്ളം കൂടെ ഞാൻ ഇപ്പോൾ വീത്താം. അപ്പോൾ വെള്ളം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഞാൻ തുറന്നു അപ്പോൾ വെള്ളം കൂടെ ഒന്ന് ഓഫ് ചെയ്യാം. എത്ര മിനിറ്റ് ആകാതെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ആക്കാതെ സ്റ്റോപ്പ് ആക്കല്ലേ, നമുക്ക് ഓൺ ഫാസ്റ്റ് അല്ലെങ്കിൽ എഡിറ്റിങ് കുറച്ച് പാടാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ വെള്ളം നിറയ്ക്കുന്ന രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓ അതിൽ പേപ്പറുണ്ട്. സ്റ്റാർട്ട് ചെയ്താ? ഓക്കെ അതിൽ കാണിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെ കഴിക്കുള്ളൂ. അല്ല അതെ ആൽഗേ വാട്ടർ അത് പണിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇത് അകത്ത് കാണിച്ചു കൊടുക്കാം. അതിൽ കണ്ട വേണ്ട ഇത്രയേ ഉള്ളൂ. കവറും വെച്ചിട്ട് നമുക്കിങ്ങനെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ആ മീൻ അപ്പം ചെന്നാൽ അതിൽ വിട്ടല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ വെള്ളം പെട്ടെന്ന് ഇപ്പം നിറയും.
ഓക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് വാഷ് ചെയ്യാൻ. ഓക്കെ അപ്പോൾ വെള്ളം ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞാൽ വേറെ നല്ല തെളിഞ്ഞ് തന്നെ വെള്ളം കിടക്കും. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് വെള്ളം ഡയറക്റ്റ് ഒരു തൊട്ടിയിൽ കൊണ്ട് വീഴ്ത്താം, പെട്ടെന്ന് നിറയും, പക്ഷേ പെട്ടെന്ന് അതുപോലെ കലങ്ങി കിടക്കുകയും ചെയ്യും. ഓക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് അല്പം ടൈം എടുക്കുക. എന്ത് നമ്മൾ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന അപ്പൂൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അന്ന്? ഇതുപോലെ നമ്മളെ പ്ലാന്റ് ഒരാൾ വാങ്ങിച്ചിട്ടുള്ള ഒരാൾ അപ്പൂൻ്റെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് അപ്പോൾ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്നെ വിളിച്ചതാണ് ഒരു ദിവസം. അപ്പോൾ വിളിച്ചിട്ട് ഒരു ദിവസം പറയുന്നത് പറഞ്ഞാൽ മക്കളെ എനിക്ക് വാട്സപ്പ് ഒന്നുമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചത്. പക്ഷേ നമുക്ക് ആര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വാട്സപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് സമയം എടുത്തുകൊണ്ട് നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ആരെ അവഗണിക്കുക അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പേടിക്കുന്നുണ്ട് ആവശ്യമൊന്നുമില്ല. വാട്സപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന പേടിക്കേണ്ട, നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതിനുള്ള ഒരു ഉദാഹരണമാണ് അപ്പോൾ അല്ലേ? അപ്പോൾ പിന്നെ വേണം. ഓക്കെ ഗുഡ്. മുട്ട എടുത്ത് കളാം. ഇനി അഴുവിയതല്ലേ, അത് കുഴപ്പമില്ല. ഇനി പുതിയ മുട്ട 4 ദിവസത്തിനകത്ത് വരും. കാക്ക ഒന്ന് കുളിക്കാൻ നോക്കോ ചേട്ടാ. കാക്ക കുറച്ച് സീനാണ്. കാക്ക വന്ന് കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊക്കെ എടുത്ത് പുറത്തെടുത്തിട്ട് പോകും. ഓ അങ്ങനെ. അപ്പം നിങ്ങൾ നടന്നവർ ശ്രദ്ധിക്കുക, കാക്ക സൂക്ഷിക്കുക. പിന്നെ തവള അങ്ങനെയുള്ള കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് ചേട്ടന്മാരൊക്കെ വരും, അവരെയും ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ വെള്ളം നിറയും. അപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ലീഫ് നമുക്ക് ഇനി എന്നിട്ട് ഇങ്ങനെ എടുത്തിടാം. വെള്ളം നിറഞ്ഞിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ പറഞ്ഞത്. ഇത്രയുള്ള ലീഫിനെ ഇങ്ങനെ എടുത്തിട്ട് കഴിയുമ്പോൾ സൂപ്പറാവും. നമ്മളെ പ്ലാന്റ് കൊണ്ടങ്ങ് ഒരു നല്ലൊരു പ്രത്യേക ഒരു രീതിയിൽ അങ്ങനെ അത് വെള്ളം നിറയുമ്പോൾ അതായിക്കോളും. തനിയെ പൊങ്ങി വെള്ളം പൊങ്ങുമ്പോൾ അത് സൂപ്പറാവും. ഓക്കെ അപ്പോൾ എൻ്റെ നിന്ന് വാങ്ങുന്ന രണ്ടാമത്തെ പ്ലാന്റ് അല്ലേ ഞാൻ നട്ട് തരുന്നത്? അതായത് വാങ്ങിച്ചിട്ടുണ്ടല്ലേ കുറേ? രണ്ടാമത്തെ. ഓക്കെ അപ്പോൾ രണ്ടാമത്തേന് ഞാൻ നട്ട് കൊടുക്കുന്നത്. നമ്മൾ നട്ട് കൊടുക്കുന്ന രണ്ടാമത്തേന് എത്ര സമയമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ പേടിക്കേണ്ട, 6 മിനിറ്റ് ഉണ്ട്. ഓക്കെ ഇപ്പോൾ നമ്മൾ വിത്തിൻ 2 or 3 seconds നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ. പിന്നെ അപ്പൂൻ്റെ കയ്യിൽ മീനുകളൊക്കെ വെക്കാനുണ്ടല്ലേ അപ്പൂവ? ഓക്കെ അപ്പോൾ നമ്മൾ അപ്പൂൻ്റെ കയ്യിൽ സ്ഥലം കീഴാറണം അല്ലേ? മീനൊക്കെ വേറെ വേറെ ആരോ നമ്മളെ പേടിപ്പിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ പേടിപ്പിച്ചല്ല, അത് അപ്പൂപ്പൻ്റെ മരുമോ അല്ല എന്തിന് ചെറുമോനോ, സോറി ഫ്രണ്ട്സ്, ചെറുമോൻ ശരി, വലിയ കുട്ടിയെ പോലെ തോന്നുന്നു. ഓക്കെ ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ദിസ് ഇസ് അരുൺ ആൻഡ് അവർ ടീം സൈനിങ് ഔട്ട്. ബൈ ബൈ. സ്റ്റോപ്പ് ചെയ്യണം.